എന്ത് പറ്റി? എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ ഓടി വന്ന് നോക്കുമ്പോ അമ്മ ഈ കിടപ്പ, മിണ്ടാട്ടോ ഇല്ല അനക്കോ ഇല്ല. അയ്യോ അമ്മേ, അമ്മേ. ഭേദാപ്പോ ഇനി മരുന്ന് കഴിക്കുന്നുണ്ട്, ആയുർവേദ ചികിത്സയുണ്ട്. മതിയായില്ലേ തോന്നിയാസം കാണിക്കലേ? തോന്നിയാസങ്ങളും കാട്ടി തോന്നിയോനെ അങ്ങോട്ട് ജീവിക്ക. എന്താ തൃപ്തി ആയില്ലേ? അതിനിവിടെ ആരും തോന്നിവാസം കാണിച്ചില്ലല്ലോ. ഇല്ലേ? പിന്നെ കിടക്കണ എന്താ? അത് നിന്റെ തോന്നിയാസങ്ങളുടെ ഫലം തന്നെ. അത് ഈശ്വരന്റെ തോന്നിവാസങ്ങളുടെ ഫലവാ. ഞാനാണ് ഉഷ. ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വരാം. ഇപ്പൊ തന്നെ വരാം. എങ്ങോട്ടാണ്? ഏത് വിളിച്ചിട്ടാണ് ഈ നേരത്ത്? തുടരുത് തന്നെ. പോവാണോ? ഞാൻ അവിടെ വന്ന് കണ്ടോളാം. പട്ടി
അല്ല, നീ വരുന്നവരൊന്നും അറിയിച്ചില്ലല്ലോ മോളെ. പ്രഭു എവിടെ? എന്ത് പറ്റി മോളെ? പിണങ്ങിയിട്ടാണോ വന്നത്? പറയൂ. അമ്മ ചോദിച്ചത് കേട്ടില്ലേ? പിണങ്ങി പോന്നതാണോ? അല്ല, രക്ഷപ്പെട്ടതാണ്. എന്ത് തോന്നിയാസമാണ് നീ കാണിച്ചത്? കെട്ടിയവന്റെ വീട്ടിൽ പണിയാൽ ഈ വീട്ടിൽ സ്ഥാനമുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെ ഞാൻ... ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ പൊയ്ക്കൊള്ളാം. കിടന്നുറങ്ങാൻ എനിക്ക് കടത്തിണ്ണുകളുണ്ട്. എന്നേക്കുമായി നിങ്ങളെ എനിക്കിഷ്ടമാണ്. ഒപ്പം തന്നെ വെറുപ്പും. വിവാഹത്തിന് ശേഷം 5 മാസം കഴിയുന്നതിന് മുൻപ് 6 മാസത്തെ ഗർഭവും ചുമന്നാണ് ഞാൻ മടങ്ങുന്നത്. അതുകൊണ്ട് ദയവായി എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ചമഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറരുത്. ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരൻ അത് കണ്ട് ചിരിക്കുന്നു വരും. പോകട്ടെ. ശോഭ. എന്താ അമ്പിക? ശോഭ തന്നയച്ചതാണോ? അതെ. കല്യാണി ഒന്ന് ഇവിടം വരെ വരണം. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവളോട് പറഞ്ഞേക്ക് വരാൻ മനസ്സില്ലെന്ന് പറഞ്ഞു. ഭർത്താവിന്റെ പൊങ്ങച്ചം കേൾപ്പിക്കാൻ വേറെ ആളെ നോക്കാൻ പറയും. എന്താ കുഞ്ഞെ? വലിയ മഹാറാണിയൊന്നും അല്ലല്ലോ, ഇങ്ങോട്ട് എഴുന്നല്ലാമല്ലോ. ആ ദാമോദരൻ എവിടെ? അയാൾ അങ്ങ് പോയി. എന്തേ? ഒരു കാര്യമില്ല, എന്തോ പറഞ്ഞു തെറ്റി അന്ന് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ എവിടാണെന്നറിയാമോ? അറിഞ്ഞൂടാ, നാട്ടിലെങ്ങുമില്ല. ലോറിക്കാരുടെ കൂടെയാണെന്നാ കേക്കണേ. ഇടയ്ക്കിടെ സന്നിയുണ്ട്. ഒരേ പിടിവാശിയാ. കണ്ടേ തീരുന്നാ പറയുന്നേ. ഞാനിപ്പോ വരാം.